strength and show me your weakness. We're in this together now. We're in this together now. Give me your love and tell me your secrets. 'Cause we're in this together now. Yeah, we're in this together now. No, 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 no. I'll keep you safe, I'll give you my everything. Even if we're falling down, even if we're falling down, all of me is yours, every part of me. 'Cause we're in this together now. You and me together now. What's the point of living if we're scared to lose each other? What's the point of living without you? Tell me now and I'll stop fighting. Tell me now and I'll stop breathing. I don't want to be here without you. Without you. Without you. Without you. Without you. No, 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 no. I'll be your light, I'll keep you from darkness. Even when the sun don't shine, even when the sun don't shine. Give me your strength and show me your weakness. 'Cause we're in this together now. You and me together now. What's the point of living if we're scared to lose each other? What's the point of living without you? Tell me now and I'll stop fighting. Tell me now and I'll stop breathing. I don't want to be here without you. Without you. Without you. Without you. Without you. സങ്കീർത്തനം. യഹോവ കഷ്ടകാലത്ത് നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ. യാക്കോബിന്റെ ദൈവത്തിന്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കുമാറാകട്ടെ. സിയോനിൽ നിന്ന് നിന്നെ താങ്ങുമാറാകട്ടെ. നിന്റെ വഴിപാടുകളെ ഒക്കെയും അവൻ ഓർക്കട്ടെ. നിന്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാകട്ടെ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കുമാറാകട്ടെ. ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ കൊടി ഉയർത്തും. യഹോവ നിന്റെ അപേക്ഷകളൊക്കെ നിവർത്തിക്കുമാറാകട്ടെ. യഹോവ തന്റെ അഭിഷിക്തനെ രക്ഷിക്കുന്നുവെന്ന് ഞാനിപ്പോൾ അറിയുന്നു. അവൻ തന്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് തന്റെ വലങ്കയുടെ രക്ഷാകരമായ വീര്യപ്രവർത്തികളാൽ അവനെ ഉത്തരമരുളും. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. അവർ കുനിഞ്ഞ് വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. യഹോവേ, രാജാവിനെ രക്ഷിക്കണമേ. ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഉത്തരമരുളണമേ. നമുക്ക് ദൈവസന്നിധി കണ്ണുകളെ അടച്ച് ഒരു നിമിഷം ദൈവത്തെ സ്തുതിക്കാം. നല്ലൊരു പ്രഭാതം ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നു. വിശേഷിച്ച് നമ്മൾ ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രിയ പൈതല് മാർട്ടിൻ്റെ വിവാഹത്തിൻ്റെ സമയമായപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു വിവാഹത്തിൻ്റെ ക്രമീകരണം ദൈവത്താൽ ഒരുക്കപ്പെട്ടു.
അതിന്റെ എൻഗേജ്മെന്റിനായിട്ട് നാം ഇന്ന് തിരുവനന്തപുരത്തേക്ക് കടന്നു പോകുന്നു. ദൈവത്തിന്റെ തിരുസാന്നിധ്യം നമ്മൾ ഇവിടെ ഇറങ്ങുന്ന സമയം മുതൽ യാത്രയിലെല്ലാം ദൈവത്തിന്റെ തിരുസാന്നിധ്യം കൂടെ ഇരിക്കേണ്ടതിനാണ്. നാം ദൈവത്തെ വായിക്കുന്ന പോലെ യഹോവ ഒരു ദോഷവും തട്ടാതെ നിങ്ങളെ പരിപാലിക്കും. യഹോവ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും പരിപാലിക്കുമെന്ന് ദൈവത്തെ വായിക്കുന്നു. നമ്മുടെ പോക്കിലും വരവിലും എല്ലാം കൂടാതെ നമ്മുടെ കൂടെ വരുന്ന എല്ലാ വാഹനങ്ങളെയും ദൈവം സൂക്ഷിക്കേണ്ടതിനായിട്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ബലപ്പെടുത്തേണ്ടതിനായിട്ട് യാതൊരു തടസ്സങ്ങളോ പ്രയാസങ്ങളോ ആർക്കും ശാരീരികമായ ബുദ്ധിമുട്ടുകളോ അപകടങ്ങളോ അനർത്ഥങ്ങളോ ഒന്നും ഉണ്ടാകാതെ ഈ ദീർഘദൂര യാത്രയിൽ ദൈവത്തിന്റെ സഹായം, ദൈവത്തിന്റെ സംരക്ഷണം, ദൈവത്തിന്റെ ദൂതന്മാരുടെ കാവല് ദൈവം നൽകേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് അവിടെ നടക്കുന്ന ശുശ്രൂഷകളെല്ലാം ഏറ്റവും അനുഗ്രഹമായിട്ട് തീരുവാൻ ദൈവത്തിന്റെ വലിയ കൃപ, ആശീർവാദം ആ ശുശ്രൂഷകളെല്ലാം ദൈവം ചൊരിയേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിശേഷിച്ച് മാറ്റിനെ ഓർത്ത് പ്രാർത്ഥിക്കും. പൈതലിനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കും. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം ചെയ്യുവാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സ്വർഗീയമായ അനുഗ്രഹങ്ങളും ദൈവകൃപയും മകന്റെ മേലും ദൈവം പകരേണ്ടതിനായിട്ടും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങൾ അങ്ങയുടെ നാമത്തെ വാഴ്ത്തുന്നു. അങ്ങയുടെ രക്തം ഞങ്ങൾക്ക് മറുപടിയായി തന്നു. അങ്ങ് ഞങ്ങളെ വീണ്ടെടുത്തു. ഞങ്ങളെ അങ്ങയുടെ മക്കളാക്കി തീർന്നു. അതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. അങ്ങയെ കണ്ടുമുട്ടുവാൻ, അങ്ങയുടെ മക്കളായി തീരുവാൻ ഇടയായതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ഇത്രത്തോളം അനുഗ്രഹങ്ങളും നന്മകളും എല്ലാം ലഭിക്കാനിടയായത്. ഞങ്ങളുടെ എല്ലാ നന്മയുടെയും അനുഗ്രഹത്തിന്റെയും കാരണക്കാരൻ ഞങ്ങളുടെ കർത്താവാണ്. അങ്ങൊഴികെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു നന്മയുമില്ല. ഞങ്ങൾക്ക് പോഴുവാൻ പ്രശംസിപ്പാനായിട്ടൊന്നുമില്ല. എല്ലാം ഞങ്ങളുടെ ദൈവത്തിന്റെ കൃപയൊന്നു മാത്രം. പൗലോസ് പറഞ്ഞ പോലെ ഞാനാകുന്നത് ദൈവത്തിന്റെ കൃപയാലാകും. മഹാകൃപയ്ക്കും ദയക്കുമായി ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. എന്മനമേ യഹോവയെ വാഴ്ത്തുക. എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക. അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഈ ഭവനത്തോട് ദൈവം ചെയ്ത, ഈ ഭവനത്തോട് ദൈവം കാണിച്ച അങ്ങയുടെ എല്ലാ വിശ്വസ്തതയ്ക്കായി, ഉപകാരങ്ങൾക്കായി ഞങ്ങൾ ഈ പ്രഭാതത്തിൽ നന്ദിയോടെ കർത്താവിനെ എത്ര സ്തുതിച്ചാലും, എത്ര നന്ദി പറഞ്ഞാലും, എത്ര ദൈവത്തെ മഹത്വപ്പെടുത്തിയാലും ചെയ്ത ഉപകാരത്തിന് അതൊന്നും ആകുകയില്ലല്ലോ. ഞങ്ങൾ ഹൃദയംഗമായി ഞങ്ങളുടെ കഴിവിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ കർത്താവിന് സ്തുതിയും മഹത്വവും എല്ലാം കഴിയുന്നു. സഹിച്ചാനായി പ്രാർത്ഥിക്കും, പ്രയാസിക്കായി പ്രാർത്ഥിക്കും. എന്റെ മക്കളെ ഇത്രത്തോളം അങ്ങയുടെ നാമത്തിന് വേണ്ടി നിൽപ്പാൻ, വിശ്വസ്തയോടെ അങ്ങേ സേവിപ്പാൻ ദൈവം കൊടുത്ത കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. പ്രത്യേകിച്ച് തലമുറകളെ ദൈവസന്നിധിയിൽ വളർത്തി ദൈവഭയത്തിൽ അവരെ വളർത്തുവാൻ എന്നിന്റെ മക്കൾക്ക് ദൈവം കൃപ കൊടുത്തു. ബാലശിക്ഷയിലും സത്യോപദേശത്തിലും ഒക്കെ അവരെ വളർത്തി. ആമേൻ, സ്തോത്രം. അതിലെ ദൈവം അവർക്ക് കൃപ കൊടുത്തു. ആമേൻ. പ്രത്യേകിച്ച് തലമുറകളുടെ നന്മ കാണാൻ, തലമുറകളുടെ അനുഗ്രഹം കാണാൻ, ആമേൻ, യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകുമെന്ന് പറയത്തക്ക അനുഗ്രഹം ഭവനത്തിന് നൽകിയതിനാൽ മാറ്റിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർ നൽകിയ വിദ്യാഭ്യാസത്തിനായി സ്തോത്രം, നൽകിയിരിക്കുന്ന ജോലിക്കായിട്ട് സ്തോത്രം. വിവാഹത്തിന്റെ സമയമായപ്പോൾ ദൈവം അങ്ങയുടെ മകന്റെ ഭാവിക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട വിവാഹത്തിന്റെ ക്രമീകരണത്തിനായി സ്തോത്രം. പ്രത്യേകിച്ച് ഞങ്ങൾ ഇന്ന് ആ വിവാഹത്തിന്റെ എൻഗേജ്മെന്റിനായിട്ട് തിരുവനന്തപുരത്തേക്ക് ഞങ്ങൾ കടന്നു പോകുന്നു. അടിയങ്ങളുടെ യാത്രയെ ഞങ്ങൾ തിരുക്കരങ്ങളിലേക്ക് പ്രാർത്ഥിക്കുന്നു. എന്റെ ഗമനത്തെയും ആഗമനത്തെയും യഹോവ പരിപാലിക്കുമെന്ന തിരുവചനം ഞങ്ങൾക്ക് വാക്യത്വം തന്നിട്ടുണ്ടല്ലോ. നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിത്തിരിക്കുന്ന സമയം മുതൽ അവിടെ ശുശ്രൂഷകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പൂർത്തീകരിച്ച് മടങ്ങി വരുന്നവരെയും ദൈവത്തിന്റെ ദൂതന്മാരുടെ കാവലിൽ അടിയങ്ങളെയും അടിയങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വാഹനങ്ങളെയും അങ്ങയുടെ രക്തത്തിന് മുദ്രയിടല്ലേ. കർത്താവിന്റെ വലിയ സംരക്ഷണം, ദൂതന്മാരുടെ കാവല്
ഞങ്ങളുടെ വാഹനം പോകുമ്പോൾ മുമ്പിൽ നിന്ന് വരുന്ന വാഹനം, പുറകിൽ നിന്ന് വാഹനം, ഇനി സൈഡിൽ നിന്ന് വരുന്ന വാഹനത്തെ എല്ലാം ദൈവം നിയന്ത്രിച്ചു കൊള്ളുമാറാകട്ടെ. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ലെന്ന് ദൈവത്തിന്റെ വാഗ്ദത്തം അടിയങ്ങളുടെ മേൽ നിറവേറുവാൻ ദൈവം ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ശാരീരികവും മാനസികവും ആത്മീയമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ മകന്റെ മേൽ ദൈവം ചൊരിഞ്ഞിരിക്കുകയാണ്. സ്തോത്രം. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും മഹത്വമുള്ള നാമത്തിൽ അങ്ങയുടെ മകനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിഷയമാക്കി ദൈവം തീർത്തിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ തലമണക്കിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുന്നു. എല്ലാ മഹത്വവും ഞങ്ങൾ തിരുവമ്പാകെ അർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി പറയുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അടിയങ്ങൾ വിനയമായി അപേക്ഷിക്കുന്നു. കേൾക്കണമേ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ. ഉത്തര പരിശുദ്ധാത്മാവാദ്രിയ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും ആശീർവാദവും കാവലും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും, പ്രത്യേകിച്ച് നമ്മുടെ യാത്രകളോടും അവിടെ നടക്കുന്ന ശുശ്രൂഷകളോടും നമ്മുടെ മടക്കയാത്രകളോടും കൂടി ഇന്ന് മുതൽ എന്നേക്കും നമ്മുടെ കർത്താവിന്റെ വരവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. But I see your true colors shining through. I see your true colors, and that's why I love you. So don't be afraid to let them show your true colors. True colors are beautiful, ooh, like a rainbow. True colors, and that's why I love you. So don't be afraid to let them show your true colors. True colors are beautiful, ooh, like a rainbow. Makes you crazy and you
മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നാമത്തെ വാഴ്ത്തുന്നു, ഞങ്ങളെ സ്തുതിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും അവിടുത്തെ കൃപയും സാന്നിധ്യവും അനുഭവിച്ച് കടന്നു പോകുവാൻ ഞങ്ങൾക്ക് തരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായി ഞങ്ങളെ വാഴ്ത്തുന്നു, ഞങ്ങളെ സ്തുതിക്കുന്നു. അവിടെ നിങ്ങളെ സ്നേഹിച്ചു, അവിടെ നിങ്ങളെ വീണ്ടെടുത്തു, അവിടുത്തെ മക്കളാക്കി ഞങ്ങളെ തീർത്ത വലിയ കരുണയ്ക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു, ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, രാവിലെ സമയം പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയത്തോടുള്ളതായ ബന്ധത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉള്ളതിനാൽ ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു. അവിടെ നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാകിയാൽ അവിടെ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും കൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്തുകയും പരിപാലിക്കുകയും ചെയ്യുന്ന കർത്താവാകിയാൽ ഞങ്ങളെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, ലിനിനു വേണ്ടി, പ്രിയ ലിനിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അവരെ അനുഗ്രഹിക്കുമാറാകണമേ. അവർക്ക് വേണ്ടി കർത്താവെ ഒരുക്കപ്പെട്ടിരിക്കുന്ന കർത്താവെ പ്രിയ വരന്മാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരായി ബന്ധുമിത്രാദികളായി കടന്നു വന്നിരിക്കുന്ന എല്ലാ നിന്റെ മക്കളെയും ധാരാളമായി അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശുശ്രൂഷയെ അവിടുത്തെ കാര്യത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. നല്ല പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് തരുന്ന അവസരത്തിനായി സ്തോത്രം. അവിടുത്തെ വചനം ഞങ്ങൾക്ക് അവിടുന്ന് നൽകുന്ന കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരായി കടന്നു വന്നിരിക്കുന്ന എല്ലാ നിന്റെ മക്കളെയും ധാരാളമായി അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടുത്തെ സന്നിധിയിൽ അവിടുത്തെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ പകർന്ന് അവിടെ ഞങ്ങളെ നടത്തുന്ന വലിയ സ്നേഹത്തിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ. Yo
ഇടയാക്കട്ടെ. നമുക്കെല്ലാവർക്കും നമ്മുടെ കണ്ണുകൾ അടച്ച് ശാന്തമായിട്ട് അദ്ദേഹം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ തലകളെ ദൈവസന്നിധിയിൽ നമിച്ച് കണ്ണുകളെ അടച്ച് ആകാശത്തെയും ഭൂമിയെയും സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തോട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾക്ക് 3 ഭവനങ്ങളിൽ നിന്നും വിവിധ ഭവനങ്ങളിൽ നിന്നും പ്രദേശങ്ങളിൽ നിന്നും യാത്ര ചെയ്ത് ക്ഷേമത്തോടെ ഈ ഓഡിറ്റോറിയത്തിൽ കടന്നു വരുവാൻ കർത്താവ് കൃപ ചെയ്തതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ 3 ഭവനങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ 4 കുഞ്ഞുങ്ങളെ ഈ ഭവനങ്ങളിൽ കർത്താവ് ജനിപ്പിച്ചു, അവരെ വളർത്തി ഈ നിലയിൽ എത്തിച്ച അങ്ങയുടെ മഹാദയയ്ക്കും കരുണയ്ക്കുമായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് പറഞ്ഞല്ലോ, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ തുണയുണ്ടാക്കി കൊടുത്തുവെന്ന്. കർത്താവെ, അവരുടെ വിവാഹ സമയമായപ്പോൾ പരസ്പരം കാണുവാനും ആലോചിക്കുവാനും ഒക്കെ ദൈവം കൃപ ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങൾ വിവാഹ നിശ്ചയത്തിലേക്ക് പ്രവേശിക്കുന്ന കർത്താവെ, സ്വർഗത്തിലെ കൃപ അങ്ങവരെ ആശീർവദിക്കണമേ കർത്താവെ. ഈ ശുശ്രൂഷയിൽ വിശേഷമായ കൃപ, അഭിഷേകം ഇവരുടെ മേൽ പകരുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ 2 പെൺകുഞ്ഞുങ്ങളെ ആശീർവദിക്കണമേ കർത്താവെ. അവർ കൊടുത്തിരിക്കുന്ന കഴിവുകൾക്കായി, ഔദ്യോഗിക പദവികൾക്കായിട്ടെല്ലാം നന്ദി പറയുന്നു. ഈ കുഞ്ഞുങ്ങളെ വളർത്തി നിലയിലെത്തിപ്പാൻ അവരുടെ മാതാപിതാക്കളെ കർത്താവ് സഹായിച്ചതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മാതാപിതാക്കൾക്കും ദൈവദാസന്മാർക്കും ഈ കുഞ്ഞുങ്ങളെ ദൈവകൃപയിൽ വളർത്തി ഈ നിലയിലെത്തിപ്പാൻ, ഈ ഓഡിറ്റോറിയത്തിൽ കൊണ്ടുവരുവാൻ കർത്താവ് കൃപ ചെയ്തതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്നെടുക്കുന്ന തീരുമാനത്തിൽ അങ്ങയുടെ കൃപ വ്യാപരിക്കുന്നതുകൊണ്ട് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മുഴുവൻ ശുശ്രൂഷകൾ മുഖാന്തരം ദൈവനാമം മഹത്വപ്പെടുവാൻ, ഉയർത്തപ്പെടുവാൻ ഇന്നെടുക്കുന്ന തീരുമാനത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഹല്ലേലൂയ എല്ലാവരുടെ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ ഉണ്ടാകുവാൻ ഇടയാക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് നിയന്ത്രിക്കണം. കർത്താവെ, ഓഡിയൻസായിരിക്കും ഞങ്ങളുടെ പ്രിയ സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ നിർവഹിക്കാൻ പോകുന്ന കർത്തദാസന്മാർക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ നന്നായി നിർവഹിക്കാനുള്ള വിശേഷമായ കൃപയും ജ്ഞാനവും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരെയും ഏറ്റവും താഴ്മയോടെ ഈ ശുശ്രൂഷ ആശീർവദിച്ചു തരണമേ എന്ന പ്രാർത്ഥനയോടെ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കർത്താവ് കേട്ടതുകൊണ്ട് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. എല്ലാവർക്കും IPC ശ്രീകാര്യം സഭയുടെ പേരിലുള്ള വന്ദനം അറിയിക്കുകയാണ്. ഈ വേദിയിലുള്ള അനുഗ്രഹീതരായ ദേവദാസന്മാരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജിന്റെ പ്രിൻസിപ്പളായിട്ട് നിയമിച്ച പ്രൊഫസർ TM ജോർജ് സാറ്, അതുപോലെ മാർട്ടിൻ്റെ സഭ കുന്നന്താനം ഷാലോം ഫെലോഷിപ്പ് ചർച്ചിൻ്റെ പാസ്റ്റർ ചെറിയാൻ ആന്റണി, റിച്ചാർഡിൻ്റെ കുടുംബാംഗങ്ങൾ, മാർട്ടിൻ്റെ കുടുംബാംഗങ്ങൾ, ഇവിടെ ക്ഷണിക്കപ്പെട്ട് വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ വചനം അറിയിക്കുകയാണ്. പ്രസാദ് പാസ്റ്റർ ഉണ്ടെങ്കിൽ സ്റ്റേജിലോട്ട് വന്നിരിക്കുക. നമുക്കറിയാം, നമ്മളെ വിളിച്ചു വരുത്തിയപ്പോൾ നമ്മുടെ പ്രിയ രാജശേഖരനും മാർട്ടിൻ്റെ മാതാപിതാക്കളും അതുപോലെ റിച്ചാർഡിൻ്റെ പേരൻസും അതിൻ്റെ പർപ്പസ് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഈ ചടങ്ങിൻ്റെ ഔപചാരികത എന്ന നിലയിൽ അതിവിടെ പരസ്യമായിട്ട് പ്രസ്താവിക്കേണ്ട കാര്യമുണ്ട്. ഇന്നൊരു അസാധാരണമായ ഒരു ദിവസമാണ്. കാരണം നമ്മുടെ രാജാചാര്യനും ശൈലിമാമയ്ക്കും ദൈവം ദാനമായിട്ട് 3 മക്കളെയാണ് നൽകിയത്. മൂത്ത മകൻ ലിയോ, അവനിപ്പോൾ പഠന ശേഷം ഡ്യൂട്ടിയിൽ ജോലി ചെയ്യുന്നു. രണ്ടാമത് ഇരട്ട ഭാഗ്യമാണ് ഉണ്ടായത്. 2 മിടുക്കരായ പെൺകുട്ടികൾ. അവർ ഇരട്ടകളാണ്, ഒരുമിച്ചാണ്. ഒരമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തു വന്ന സമയത്തിന്റെ ചെറിയൊരു ടൈം ലാപ്സ് ഉണ്ട്. 2 മിനിറ്റ് അല്ലേ, 2 മിനിറ്റ്, ഒരു 120 സെക്കൻഡ് എൽഡർഷിപ്പ് കൊടുത്തിരിക്കുന്നത് ലിവിക്കാണ്. 2 മിനിറ്റ് കഴിഞ്ഞാണ് ലീവ് വരുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ നമ്മുടെ ഒരു ക്രിസ്ത്യൻ
അല്ല, നമ്മുടെ കൾച്ചറിൽ മൂത്ത മോളെ അയച്ചിട്ട് രണ്ടാമത്തെ മോളെ അയക്കാറുള്ളൂ. അതുകൊണ്ട് ഇന്ന് രണ്ടുപേരുടെയും കൂടെ എൻഗേജ്മെന്റ് ആണെങ്കിലും ആദ്യം മൂത്തവരുടെ കഴിഞ്ഞിട്ട് രണ്ടാമത്തേതിന് അത് ചെയ്യുന്നുള്ളൂ. ഒരുമിച്ച് തന്നെ ആയിരിക്കും കുടുംബത്തെ കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും എഴുതുവരെയും കാണാത്ത ചില കാര്യങ്ങളാണ്. സന്തോഷത്തോടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. സന്തോഷത്തോടെ കർത്താവിനെ മുഖപ്പെടുത്താം. മനോഹരമായ പാട്ടുകൾ പാടുക, പകരനായിട്ട് സ്തോത്രം ചെയ്ത് നല്ല പാട്ടുകൾ ഇനിയും നമുക്ക് കേൾക്കാനായിട്ട് കഴിയും. വളരെ ചെറിയ സമയം കൊണ്ട് ഈ ശുശ്രൂഷ ഇവിടെ പൂർത്തീകരിക്കപ്പെടും. അതുകൊണ്ട് ഈ ചടങ്ങിന്റെ ഹോസ്റ്റ് ആയിരിക്കുന്ന ആതിഥേയനായിരിക്കുന്ന ബഹുമാനപ്പെട്ട പ്രിയ രാജു പെരേര മുന്നോട്ട് കടന്നു വന്ന് നമ്മളെ വെൽക്കം ചെയ്യുകയും വിളിച്ചു വരുന്നതിന്റെ ഉദ്ദേശം ഇവിടെ പ്രസ്താവിക്കുകയും. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധമായ ഒരു ദിവസം കൂടെ നമുക്ക് എല്ലാവർക്കും ദൈവം ധാരാളമായി തന്നു. അതിനായി നമുക്ക് ആദ്യം ദൈവത്തെ സ്തുതിക്കാം. പ്രിയമുള്ള ദൈവങ്ങളെ, ഞാൻ ഇന്ന് ഇവിടെ എൻ്റെ കുഞ്ഞുങ്ങളുടെ വിവാഹവും ആയിട്ടാണ് അതിൻ്റെ ഒരു അറിയിപ്പുമായിട്ടാണ് ഇരിക്കുന്നത്. ഞങ്ങളുടെ രണ്ടുപേരുടെയും കുഞ്ഞുങ്ങളുടെ വിവാഹത്തിനെ കുറിച്ച് വീട്ടുകാരുമായി ഞങ്ങൾ സംസാരിച്ചു. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളി താലൂക്കിൽ കുന്നത്താനം വില്ലേജിൽ വാറക്കരയിൽ വീട്ടിൽ PC മാത്യുവിൻ്റെയും മാതാവ് ശൈലജ മാത്യുവിൻ്റെയും മകനും റെഹാബ ഷാരോൺ ഫെലോഷിപ്പ് കുന്നത്താനം സഭാംഗവുമായ മാർട്ടിൻ ബി മാത്യുവുമായി ഉള്ള വിവാഹത്തിനെ കുറിച്ച് ഒരു ധാരണയിലെത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് അറിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ എല്ലാവരും കൂടിയിരിക്കുന്നത്. ഞാൻ എല്ലാവരെയും വിളിച്ചിരിക്കുന്നത്. ലിനി ആർ പെരേര എൻ്റെ മകള്, അവരാണ് മാർട്ടിൻ ബി തോമസുമായിട്ടുള്ള വിവാഹത്തിൻ്റെ ഒരു ധാരണയിലെത്തിയിരിക്കുന്നത്. അത് മാർട്ടിൻ ബി മാത്യുവുമായിട്ടുള്ള രണ്ടുപേരാണ് അതിനനുസരിച്ച് വിസയിൽ വിളിച്ചിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു ധാരണയിലെത്തിയിരിക്കുക. അതിനെ അറിയിക്കാൻ ഓക്കെ. അപ്പോൾ ആദ്യത്തെ ആരാണെന്നുള്ളത് എല്ലാവർക്കും ബോധ്യപ്പെട്ടല്ലോ. ലിനിയാണ് മോളെ സ്തുതിക്കുന്നത്. ലളിതത്തിലൂടെ ഇത് തമ്മിലുള്ള ധാരണ എന്താണെന്നുള്ളത് ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നമ്മളോട് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം ഇങ്ങനെ ഒരു കൂടി ഒരു ദൈവത്തെ ബോധപ്പെടുത്തിയാണ് കടന്നു വന്ന എല്ലാ ദൈവദാസന്മാർക്കും, വിശേഷാൽ ക്ഷണിക്കപ്പെട്ട് കടന്നു വന്ന പ്രിയ മാന്യ സദസ്സിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഞാൻ മാർട്ടിൻ്റെ അഞ്ചുവാണ്. മാർട്ടിൻ്റെ എൻ്റെ സഹോദരി ഷൈലിജയുടെ രണ്ടാമത്തെ മകനാണ് മാർട്ടിൻ. മാർട്ടിൻ ഒരു വാദ്യത്തിൽ ഞാൻ പരിചയപ്പെടുത്താം. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം മംഗളം എഞ്ചിനീയറിംഗ് കോളേജിൽ ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിടെക് കഴിഞ്ഞതിന് ശേഷം കർണാടകത്തിൽ കുറച്ച് നാൾ ജോലി ചെയ്തതിന് ശേഷം ഇപ്പോൾ ദുബായിൽ ഷിപ്പ്യാർഡിൽ വർക്ക് ചെയ്യുന്നു. സഹോദരിയുണ്ട്. സഹോദരിയുടെ വിവാഹം കഴിഞ്ഞു. ഞാൻ ഈ സ്വകാര്യ സഭയുള്ള ബന്ധത്തിലാണ് ഞങ്ങളെ കൂടി വരുന്നത്. ഇന്ന് ഞാൻ മാറാണ്. ഓക്കെ, പ്രൈസലോ. കഴിഞ്ഞ ആഗസ്റ്റ് 15-ാം തീയതിക്ക് മുമ്പായിട്ട് വിവാഹത്തെക്കുറിച്ച് എനിക്ക് വീട്ടുകാരും തമ്മിലൊരു അങ്ങോട്ടും കൂടി സംസാരമുണ്ടായി. അതിൻ്റെ വെളിച്ചത്തിൽ ആഗസ്റ്റ് 15-ാം തീയതി ഞങ്ങൾ അങ്കിളിൻ്റെ ഭവനത്തിൽ കടന്നുകയും വിവാഹത്തിനുള്ള കാര്യം സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ ലീലിയുമായിട്ടുള്ള വിവാഹം ഞങ്ങൾ ഒരു വാക്കാൻ ഒരു ധാരണയായിരുന്നു. അതിൻ്റെ പ്രകാരമാണ് ഇന്നത്തെ പ്രകാരം ഇവിടെ എൻഗേജ്മെൻറ്റ് നടത്തുവാനാണ്. ജനുവരി 18-ാം തീയതി തിരുവല്ലയിലുള്ള മർത്തോമ സെക്യൂർ പാരിഷ് ഹാളിൽ വെച്ച് കുന്നനാരം ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ ആഭിമുഖ്യത്തിൽ രാവിലെ 10:30 മണിക്ക് വിവാഹം നടത്തുവാനായിട്ട് ഞങ്ങൾ ഏകദേശ ധാരണയെത്തിയിരിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രാർത്ഥനയെ സർവ്വ പ്രതീക്ഷയോടെ ഞാൻ വാക്കും. നമുക്കറിയാം, വിവാഹം ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ ഉള്ള വിശുദ്ധമായൊരു ബന്ധമാണ്. അതുകൊണ്ട് അവരുടെ സമ്മതമാണ് പ്രധാനമായിട്ട് ആവശ്യം. മനസ്സ് ചോദിക്കരുതെന്നൊക്കെ പറയും. അത് വളരെ രഹസ്യമായിട്ട് നടന്നൊരു ചടങ്ങാണ്. വീട്ടിൽ വെച്ച് മാതാപിതാക്കൾ മനസ്സ് ചോദിച്ചു.
ഇവിടെ നമ്മളെ വിളിച്ചു വരുന്നത് അവരുടെ തീരുമാനം ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യാനുള്ളതാണ്. ബിട്രോത്തൽ എന്ന് പറയുമ്പോൾ പ്രോമിസ് ഓഫ് മാരേജ് ആണ്. കേവലം രണ്ട് കുട്ടികൾ തമ്മിലുള്ള ബന്ധത്തിലേക്ക് അപ്പുറത്തായിട്ട് രണ്ട് കുടുംബങ്ങളൊക്കെ തമ്മിലുള്ള ഒരു ദൈവികമായ ബന്ധമാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ അത് വാഗ്ദത്തം ചെയ്യേണ്ടതിനാണല്ലോ നമ്മൾ ഒരുമിച്ച് വന്നിരിക്കുന്നത്. ദൈവിഷ്ടമായാൽ ഈ വരുന്ന 15-ാം തീയതി ശനിയാഴ്ച തിരുവല്ലയിൽ വെച്ച് ഈ വിശുദ്ധ വിവാഹം നടത്തുവാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ദൈവം അതിനായിട്ട് അവരെ സഹായിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിയുക്ത മധുവിനെ ഇവിടെ പ്രസന്റ് ചെയ്യേണ്ടതായിട്ടുള്ള മാതാപിതാക്കൾ പ്രിയ രാജാനും ഷൈലനാഥയും അവർക്കൊരു മോനുണ്ടല്ലോ ലിയോ, നിങ്ങളെല്ലാവരും ചേർന്ന് പ്രിയ ലിനിയെ വേദിയിലേക്ക് കൊണ്ടുവന്ന അവരിവിടെ ഇപ്പോൾ സഭയോട് ബന്ധനായിരിക്കുന്നു. വർഷങ്ങൾ അമേരിക്കയിലും ഓസ്ട്രേലിയയിലും പല സ്ഥലങ്ങളിലായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. ഇപ്പോൾ റിട്ടയർമെൻ്റായി കുടുംബത്തിൽ സ്വസ്ഥമായിട്ടിരിക്കുന്നു. ശ്രീലങ്കയുടെ ഹോം മേക്കറാണ്. ഇവിടെ കുടുംബത്തെ നന്ദിയോട് സ്തോത്രം ചെയ്യുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും ദൈവത്തെ മകനെയും കൂടെ കാണേണ്ടതുണ്ടല്ലോ. കൂടെ മാർട്ടിൻ ഇവിടെ അവതരിപ്പിച്ചല്ലോ. സമാധാനമാണ്.
തുടർന്ന് പ്രാർത്ഥിച്ച് ഈ കുറി കൈമാറുന്നതോടുകൂടെ ഈ വിവാഹ നിശ്ചയം ഇവിടെ പൂർണ്ണമാകുകയാണ്. ഇന്ത്യൻ മെഡിക്കൽ ഓഫീസേഴ്സ് ഓഫ് ഗോഡ് കേരള സ്റ്റേറ്റ് ശ്രീകാര്യം ദേവിഷ്ടമായാൽ പത്തനംതിട്ട ജില്ലയിൽ മലപ്പള്ളി താലൂക്കിൽ കുന്നന്താനം വില്ലേജിൽ പാറക്കടവിൽ വീട്ടിൽ മിസ്റ്റർ പി സി മാത്യുവിൻ്റെയും മിസ്റ്റർ ഷൈല മാത്യു ദമ്പതികളുടെ മകനും രഹബോത്ത് ഷാരോ ഫെലോഷിപ്പ് കുന്നന്താനം സഭാംഗവുമായ മാർട്ടിൻ പി മാത്യുവും തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം താലൂക്കിൽ ആറ്റിപ്പുറ വില്ലേജിൽ ജോളി കോട്ടേജിൽ മിസ്റ്റർ രാജു പെരേരയുടെയും ഷേർലി രാജു പെരേരയുടെ ദമ്പതികളുടെ മകളും IPC ശ്രീകാര്യം തിരുവനന്തപുരം സഭാംഗവുമായ ലിനി ആർ പെരേരയും തമ്മിലുള്ള വിശുദ്ധ വിവാഹം ദൈവക്ഷമായ 2025 ആണ്ട് ജനുവരി മാസം 18-ാം തീയതി ശനിയാഴ്ച രാവിലെ 11 മണിക്ക് രഹബോത്ത് ഷാരോ ഫെലോഷിപ്പ് ചർച്ച് കുന്നന്താനത്തിന്റെ ചുമതലയിൽ തിരുവല്ലയിലുള്ള സഹീർ മാർത്തോമ പ്ലാറ്റിനം ജൂബിലി മെമ്മോറിയൽ ഹാളിൽ വെച്ച് നടത്തി വരന്റെ വീട്ടിൽ ഗൃഹപ്രവേശനം നടത്തുവാൻ ഇരു കുടുംബങ്ങളും ഇരു സഭകളും കൂടി ആലോചിച്ച് തീരുമാനിച്ച വിവാഹ നിശ്ചയം ഇവിടെ വെച്ച് നടത്തിയിരിക്കുകയാണ്. ഈ തീരുമാനത്തിന്റെ വിവരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. തുടർന്ന് ഉത്തരവാദിത്തപ്പെട്ട വേദിയിലേക്ക് വന്ന ഈ വിവാഹ നിശ്ചയ രേഖ പരസ്പരം കൈമാറുകയും കർത്താവിദാസന്റെ പ്രസാദ ഭാസ്കർ പ്രാർത്ഥിക്കുകയും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെല്ലാവരും ഇതിന് സാക്ഷികളാണ്. തക്ക സമയത്തെല്ലാം ഭംഗിയായിട്ട് നടക്കുവാനായിട്ട് ദൈവം കൃപ ചെയ്യട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ പ്രസാദദാസ് മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാൻ ദിവസം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്തുതിക്കുന്ന പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം പ്രിയ കുഞ്ഞുങ്ങളുടെ എൻഗേജ്മെന്റ് ശുശ്രൂഷ ഒരു ദിവസം നടക്കുന്നുണ്ടോ ഇതെല്ലാം ഭംഗിയാക്കി ദൈവം തീർത്ത ദൈവത്തിൻ്റെ വിശ്വസ്തതകൾക്കായി ഞങ്ങൾ നന്ദി പറയുകയാണ്. കർത്താവെ, അങ്ങയുടെ സാന്നിധ്യം തുടർന്നും കർത്താവെ ഇവരോട് കൂടെ ഇരിക്കേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ 18-ാം തീയതി നടക്കുന്ന വിവാഹ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി മാറേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഏതിന് ഇറങ്ങി വന്ന ദൈവസാന്നിധ്യം കാനാവിലെ കല്യാണത്തിലെ കുറവുകളെ തീർത്ത ദൈവമഹത്വം ഈ കുഞ്ഞുങ്ങളുടെ വിവാഹ ശുശ്രൂഷയിൽ ഇറങ്ങി വരേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് തുടർന്നുള്ള അവരുടെ കുടുംബജീവിതം അനുഗ്രഹമായി മാറേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തോട് കൂടെ നടന്ന് ദൈവമഹത്വവും ദൈവിക വാഗ്ദത്തങ്ങളും പ്രാപിപ്പാൻ സ്വർഗ്ഗവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് എല്ലാ ശുശ്രൂഷകളും ദൈവസാന്നിധ്യം കൊണ്ടിട്ടുണ്ടെങ്കിൽ ശുശ്രൂഷകന്മാരെ അനുഗ്രഹിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
ഇവരുടെ പേര് നമുക്കറിയാമെങ്കിലും ആട് മാറി പോകാറുണ്ട്. എനിക്കറിയാം രാജാമാമയ്ക്ക് ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസമാണ് ഇന്ന്. 2 കുട്ടികളെ, പെൺകുട്ടികളെ ദൈവത്തിന് ദാനമായിട്ട് നൽകി. സാധാരണ കുട്ടികളെ നമ്മൾ വളർത്തുമ്പോൾ പലപ്പോഴും കുട്ടികളോട് മാതാപിതാക്കൾക്ക് പക്ഷം തോന്നുന്ന ഒരു സ്വാഭാവികതയുണ്ട്. എന്നാൽ 2 കുട്ടികളോടും നിഷ്പക്ഷമായിട്ടാണ് ഞങ്ങളുടെ രാജാമാമി. അവിടെ വളർച്ച മുതൽ ഒരേപോലെയുള്ള ഉടുപ്പ്, ഒരേ സ്കൂള്, ഒരേ കോളേജ്, ഒരേ ഹോസ്റ്റൽ, എല്ലായിടത്തും ഒരുമിച്ചായിരുന്നു. കല്യാണത്തിന്റെ കാര്യം വന്നപ്പോൾ പിള്ളേർ തീരുമാനിച്ച് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു വീട്ടിലോട്ട് പോകണ്ട, ഞങ്ങൾ 2 വീട്ടിലോട്ട് പോകോളാം. അല്ലായിരുന്നെങ്കിൽ എവിടെയെങ്കിലും വരണ പിള്ളേരെ കണ്ടുപിടിച്ചേനെ. അങ്ങനെയാണെങ്കിൽ മാറ്റം വിളിച്ചാൽ എന്ത് ചെയ്തേനെ. ദൈവം അവർക്ക് വേണ്ടി ഒരുക്കി വെച്ച ഈ നല്ല കൂട്ടുകൾക്കായി ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. വളരെ മനോഹരമായ പാട്ടുകളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കോവിഡ് കാലഘട്ടത്തിൽ ഒരു വൈറലായൊരു വീഡിയോ ഉണ്ട്, പാരിൽ പാർക്കും അൽപായുസിൽ അല്ലേ. ഒരു അമ്മ ഒരു കൊച്ചിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പാടുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അന്ന് വൈറലായ ആ അമ്മയാണ് ഇവിടെ നിന്ന് അമ്മയെ മനോഹരമായ പാട്ടുകൾ പാടുന്നത്. വളരെ തീർച്ചയായിട്ടും അവരുടെ ഒരു മാസ്റ്റർ പീസ് സോങ്ങാണ് അത്. ആ പാട്ടോടെ ലാസ്റ്റ് ഒന്ന് പാടുന്നത് നന്നായിരിക്കും. ദൈവം എത്രത്തോളം മംഗളകരമായിട്ട് ഈ ചടങ്ങുകളെ ക്രമീകരിച്ചത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. 1-2 കാര്യങ്ങൾ പെട്ടെന്ന് മക്കളെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. നമ്മുടെ യേശുനമ്പരാന് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ആദ്യ അത്ഭുതം നടത്തിയത് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു കാനായിൽ ഒരു കല്യാണ വീട്ടിൽ വെച്ചായിരുന്നു അല്ലേ. 3-ാം ദിവസം കാനായിൽ ഒരു കല്യാണം ഉണ്ടായെന്നാണ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതുന്നത്. 3-ാം ദിവസം എന്ന് പറയുമ്പോൾ തലേ അധ്യായത്തില് ഒരു ബാക്കിയുള്ള ഒരു 3-4 ദിവസങ്ങളുടെ ചരിത്രം പറയുന്നുണ്ട്. 1-ാമത്തെ ദിവസം സ്നാപക യോഹന്നാന്റെ അരികിൽ വന്നിട്ട് യഹൂദന്മാർ ചോദിക്കുന്നുണ്ട്, ഇയാളാണോ മിശിഹ, അതോ ഞങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി കാത്തു നിൽക്കണമോ? അപ്പോൾ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, ഞാനല്ല, ഞാൻ അവന്റെ ശബ്ദമാകാൻ വേണ്ടി വന്നയാളാണ്. അതാണ് 1-ാം ദിവസത്തെ കഥ. 2-ാം ദിവസം വരുമ്പോൾ ഈശോ തമ്പുരാന് ഈ സ്നാപകന്റെ കൈകളിൽ സ്നാനപ്പെടാനായിട്ട് വരികയാണ്. അല്പസ്വല്പം വിലക്കുകളൊക്കെ നടത്തിയെങ്കിലും ഈശോ വളരെ കണിശമായിട്ട് പറഞ്ഞു, ഇത് നടക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ നടക്കുമ്പോൾ ആകാശം തുറക്കുകയും പ്രാവ് ആത്മാവ് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അവിടെ ലോകത്തിന് ദൈവം ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയായിരുന്നു രക്ഷിതാവിനെ, ഈശോ എന്ന ഏക രക്ഷിതാവിനെ. 2-ാമത്തെ ദിവസത്തിന്റെ സംഭവം ഈ രക്ഷിതാവിനെ അവതരിപ്പിക്കലാണ്. 3-ാം ദിവസം എന്ന് പറയുന്നത് നമുക്കറിയാം, അന്ത്രയോസും യോഹന്നാനും കൂടെ ഈശോയെ ചെന്ന് കണ്ടെത്തുകയും ആ വീട്ടിൽ പാർക്കുകയും ചെയ്യുന്ന ഒരു ദിവസമാണ്. 4-ാം ദിവസം എന്ന് പറയുന്നത് ഫിലിപ്പോസ് നഥാനിയേലിനെ കണ്ടുമുട്ടുന്ന ഒരു സമയമാണ്. പിന്നെ ഒരു 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് 7-ാമത്തെ ദിവസം. അങ്ങനെയാണെങ്കിൽ ഈശോയുടെ കലണ്ടറിൽ ആദ്യത്തെ വാരത്തിന്റെ ശനിയാഴ്ച ആ ശബത്തിന്റെ ദിവസമാണ് ഈ ആഘോഷത്തിന്റെ ചരിത്രം ബൈബിൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ശബത്ത് എന്ന് പറഞ്ഞാൽ സ്വസ്ഥതയുടെയും സമാധാനത്തിന്റെയും ഒക്കെ ദിവസമാണ്. ആളുകൾ വിശ്രമിക്കേണ്ട ദിവസമാണ്. ശബത്തിൽ വേലയരുതെന്ന ദൈവം വിശ്രമിച്ചു, അതുകൊണ്ട് മനുഷ്യന് വിശ്രമിക്കണം. പക്ഷെ ഈശോയുടെ കാലം വരുമ്പോ ശബത്തിലും കൂടെ ദൈവം വേല ചെയ്യുന്നതായിട്ടാണ് വായിക്കുന്നത്. അതിന് കാരണക്കാർ മറ്റാരും അല്ല കേട്ടോ, നമ്മളൊക്കെ തന്നെയാണ്. മനുഷ്യന്റെ കുരുത്തക്കേടുകൾ കൊണ്ട് ദൈവത്തിന് അവധിയെടുക്കാൻ നോക്കാത്ത വിധത്തില് ഈ സൃഷ്ടി അത് ജാലങ്ങളൊക്കെ ആകെ പ്രതിസന്ധിയിലാകുകയാണ്. അവിടെയും അവധിയെടുക്കാതെ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് വിശുദ്ധ ബൈബിൾ അവതരിപ്പിക്കുന്നത്. ലീവില്ലാതെ 24/7 പ്രവർത്തന നിരതനായ ഒരു ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്. കേട്ടോ മക്കളെ, നിങ്ങളുടെ കുടുംബജീവിതത്തിന്റെ ഇനീഷ്യൽ സ്റ്റേജ് ആണിത്. ഇനി മുന്നോട്ട് നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് നടക്കും, പിന്നെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക. ഒരു കാര്യം പാസ്റ്റർകൾ പ്രാരംഭമായിട്ട് പറയുക, ലീവ് ഇല്ലാത്ത ഒരു ഓഫീസ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ദൈവത്തിന്റെ ഓഫീസാണ്. എപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ കർത്താവിനോട് പറയാം. നമ്മെ സഹായിക്കാൻ കർത്താവ് സദാ നമ്മോടൊപ്പം ഉണ്ടാകും. ആ ഒരു ഇൻസിഡന്റില് യേശുക്രിസ്തുവിന്റെ 3 റോളുകളുണ്ട്. ആദ്യം നാം വായിക്കുന്നത് യേശു അവിടെ ഒരു അതിഥിയായിട്ട് എത്തിയെന്നാണ്, ക്ഷണിക്കപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർത്താവ് ഇടിച്ചു കയറില്ല കേട്ടോ. യേശു കർത്താവ് വളരെ ജെന്റിൽമാനാണ്. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ എന്ത് ചെയ്യും, അവന് കമ്പനി കൊടുക്കുമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് മക്കളെ, നിങ്ങൾ കല്യാണത്തിന് എല്ലാവരും വിളിച്ചിട്ടുണ്ട്. യേശുവിനെ വിളിച്ചില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് വിളിച്ചോണം കേട്ടോ. യേശു നമ്മുടെ സന്തോഷവേളയിൽ നമ്മോടൊപ്പം കൂടാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഈ മതം സൃഷ്ടിച്ച ദൈവങ്ങളൊക്കെ ഉണ്ടല്ലോ, ചിരിക്കാതെ മസിൽ പിടിച്ച് നിൽക്കുന്ന ദൈവം. എന്നാൽ നമ്മുടെ വേദപുസ്തകം അവതരിപ്പിക്കുന്ന ഈശോ എന്ന രക്ഷിതാവ് നമ്മുടെ സന്തോഷങ്ങളിൽ
നമ്മോടൊപ്പം സന്തോഷിക്കുന്ന ദൈവമാണ്. തീർച്ചയായിട്ടും ഈ കുഞ്ഞുങ്ങളുടെ സന്തോഷം, ഈ മാതാപിതാക്കളുടെ സന്തോഷം നമ്മുടെ എല്ലാവരുടെയും സന്തോഷമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈശോയുടെയും കൂടെ ഒരു സന്തോഷ ദിവസമാണ് ഇന്ന്. അത് മനസ്സിലാക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ആരും സങ്കടപ്പെട്ടിരിക്കരുത്, വളരെ സന്തോഷമായിട്ടിരിക്കണം. രണ്ടാമത് ഒരു മകനെന്ന നിലയിൽ നമുക്ക് ഈശോയെ കാണാൻ പറ്റും. ആ വീട്ടില് വിരുന്നില് കുറവുണ്ടായപ്പോൾ യേശുവിന്റെ അമ്മ കരുണയോടുകൂടെ മനസ്സിലോടുകൂടെ വന്നിട്ട് മകനോട് പറയുന്നുണ്ട്, ഇവർക്ക് എന്തില്ല, വീഞ്ഞില്ല. ഉടനെ കർത്താവ് പറയുന്നത് അങ്ങനെയാണ്, സ്ത്രീയെ എനിക്ക് നിനക്കും തമ്മിൽ എന്റെ നാഴിക എത്തിയില്ല, ഇതുവരെയും വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ മെസ്സേജ് നന്നായിട്ട് യേശുവിന്റെ അമ്മയെ മറിയ ഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ മൂന്നാമത്തെ റോളിലേക്ക് വരുമ്പോൾ അവരുടെ വേലക്കാരോട് പറയുന്നുണ്ട്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അതെന്ത് ചെയ്യണം, അതൊരു നെഗറ്റീവായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ടല്ല യേശുവിന്റെ അമ്മ ദൈവമാതാവ് മനസ്സിലാക്കുന്നത്, മറിച്ച് അതിനൊരു പോസിറ്റീവായിട്ടുള്ള മെസ്സേജ് ഉണ്ട്. സത്യത്തിൽ ഇത് മറിയയുടെ കൺസേൺ ആണെങ്കിലും ഇതിപ്പോൾ യേശുവിന്റെ പരിഗണനയായിട്ട് മാറുക. അങ്ങനെയാണെങ്കിൽ ഓർക്കണേ, അതിഥിയായി വന്നയാള് ആതിഥേയനായ ചരിത്രമാണ് കാനാവിലെ കല്യാണ വീടിന്റെ ഒരു ചരിത്രം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ യേശു കേവലം ഒരു അതിഥിയായിട്ട് നിൽക്കേണ്ട ആളല്ല, നമ്മുടെ ജീവിതത്തിലെ കർത്താവ് രക്ഷിതാവുമായി മാറുമ്പോഴാണ് ജീവിതം ആനന്ദകരമായിട്ട് മാറുന്നത്. ശരിക്കും ഞാൻ ഒരു സുവിശേഷ പ്രവർത്തനം പറയാൻ വീട്ടിൽ ചെന്നപ്പോ എന്നോടൊരു പ്രായമുള്ള അമ്മ പറഞ്ഞു, ഞങ്ങൾ മുന്തിരിച്ചാറ് കൊണ്ട് ചാരായം മാറ്റും, കൈതച്ചക്ക ഉപയോഗിച്ചും മറ്റ് ഫലങ്ങളൊക്കെ ഉപയോഗിച്ച് ഞങ്ങൾ കള്ളുണ്ടാക്കുന്ന ആളുകളാണ്. പക്ഷെ യേശുനമ്പുരാൻ മാത്രമേ ഉള്ളൂ പച്ചവെള്ളത്തെ രൂപപ്പെടുത്തി അത് വീഞ്ഞാക്കി മാറ്റിയിട്ടുള്ളൂ. ആ നൂഡിൽസ് പറഞ്ഞു തരാതെ ആ കർത്താവ് പൊക്കളഞ്ഞു എന്ന് അല്പം പരിഹാസത്തോടുകൂടെ സുവിശേഷകരായ ഞങ്ങളെ ഒന്ന് തൊടാനായിട്ട്, ഒന്ന് അപമാനിക്കാനായിട്ട് ഇങ്ങനെയൊക്കെ പറയുണ്ടായി. ഞാൻ ചോദിച്ചു, യേശു കാനാവിൽ കല്യാണത്തിന് വീഞ്ഞുണ്ടാക്കി, അത് ശരി, അത് സത്യം തന്നെയാണ്. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ഏറ്റെടുക്കുന്നെങ്കിൽ ഈശോ പറഞ്ഞ മറ്റു കാര്യങ്ങളൊന്നും ഏറ്റെടുക്കാതെ, അല്ലയോ? മദ്യപാനി സ്വർഗ്ഗരാജ്യം എഴുതിയിട്ടില്ല, പ്രവേശിക്കുകയോ അവകാശമാക്കുകയല്ല, അത് ബൈബിളിന്റെ സന്ദേശമാണ്. അപ്പോൾ ശരിക്കും ഇത് ഈശോയോടുള്ള സ്നേഹമൊന്നുമല്ല, കുടിക്കാനുള്ള സന്തോഷത്തിന് കർത്താവിനെ അതിനുവേണ്ടി അങ്ങ് എടുത്ത് ഉപയോഗിക്കുന്നതേ ഉള്ളൂ. ശരിക്കും വെള്ളം വീഞ്ഞാക്കിന്റെ വിദ്യ പറഞ്ഞു കൊടുക്കാനല്ല ഈശോ അവിടെ ആ പ്രവൃത്തി ചെയ്യുന്നത്, മറിച്ച് ആ കുടുംബത്തിന്റെ സങ്കടം മാറ്റാൻ വേണ്ടിയാണ് കേട്ടോ. എപ്പോഴും ഓർക്കണേ, നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ സങ്കടങ്ങളെ മാറ്റുന്ന ഒരു നല്ല രക്ഷിതാവാണ് ഈ കർത്താവായ യേശു ക്രിസ്തു. പ്രിയ രാജാനാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും, പ്രിയ ഞങ്ങളുടെ സൈജാൻ കുടുംബം, അവരും ഈ മാത്രമൊക്കെ ഞങ്ങൾക്ക് പ്രിയപ്പെട്ട പൈതങ്ങളാണ് കേട്ടോ. അതിൽ ദീർഘവർഷങ്ങളായിട്ട് ശ്രീകാര്യ സഭാംഗങ്ങളാണ്. ഞാനിവിടെ പ്രേക്ഷിത വേളയിൽ കോട്ടയത്താണെങ്കിലും എൻ്റെ സ്വന്തം വീട് തിരുവഞ്ചൂരാണ്, മണ്ണകാട്. അങ്ങനെയാണെങ്കിൽ ഇവരുടെയൊക്കെ അടുത്ത കുടുംബങ്ങളൊക്കെയാണ്. അവിടെ മാറ്റിനുമായിട്ട് നമുക്ക് അടുത്ത ബന്ധമുണ്ട്. നമ്മുടെ ഒരു കൊച്ചുമോനെ പോലെ തന്നെയാണ് മാറ്റി ദൈവത്തിന്റെ സ്തോത്രം. സൈജാന്റെ ദൈവബന്ധ വ്യത്യാസങ്ങൾ, അതുപോലെ തന്നെ എറണാകുളത്ത് വന്നിരിക്കുന്ന അങ്കിള് തോമസ് അങ്കിളിലെ കുടുംബത്തെ ഓർത്ത് സ്തോത്രം ചെയ്തവരും വളരെ പ്രത്യക്ഷത്തുള്ള TPM സഭാംഗങ്ങളാണ്. ഞങ്ങൾക്കൊക്കെ സന്തോഷത്തോടെ പറയാൻ പറ്റുന്ന കാര്യം, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് വന്നതുകൊണ്ടല്ലേ ഇത്ര വലിയ സന്തോഷം. ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ വേദി കൊണ്ടുവരാനും ഇങ്ങനെ അന്തസ്സോടിരിക്കാനൊക്കെ ഇടയായി തീരുന്നത് ദൈവത്തിന്റെ കൃപ കൊണ്ട്. അങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ദൈവത്തിന് നന്ദിയോടൊരു സ്തോത്രം ചെയ്യാം. അതുകൊണ്ട് ജീവിതത്തിൽ ഈ നല്ല തച്ചനെ ജീവിതത്തിൽ കൂട്ടുകൂട്ടിയിട്ടുണ്ടല്ലോ, ജീവിതത്തിൽ പ്രതിസന്ധിയിൽ കർത്താവ് നമ്മോടുകൂടി ഇരിക്കും. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക, ഒരു ചെറിയ സന്ദേശം പറയുന്നുള്ളൂ. ദൈവത്തിൽ കൂടെ നോക്കിക്കേ, വെള്ളത്തെ എങ്ങനെ വീഞ്ഞാക്കാം എന്ന രഹസ്യം പഠിപ്പിക്കാനല്ല യേശുവിനെ അത്ഭുതം ചെയ്തത്. ഇതൊരു അടയാളമായിട്ടാണ്, ഒരു സൂചന. ആ സൂചനയ്ക്കകത്ത് 3 ചെറു സന്ദേശങ്ങളുണ്ട് കേട്ടോ. ഒന്നാമത്തെ സന്ദേശം ഇതാണ്: എത്ര ഒരുക്കമുണ്ടെങ്കിലും, എത്ര മിടുക്കനാണെങ്കിലും, എത്ര കരുതലോടെ ജീവിച്ചാലും മനുഷ്യന്റെ സന്തോഷങ്ങൾക്കൊക്കെ ഒരു അവസാനമുണ്ട്. ജീവിതം ഒരു പിടിയങ്കോടി പോലെയാണെന്ന് പറയാറുണ്ട്. അടുത്ത ജംഗ്ഷനിൽ എന്താ നമ്മെ നോക്കി വെച്ചിരിക്കുന്നത് നമുക്ക് ആർക്കും അറിയത്തില്ല. ആ വീട്ടുകാര് എത്ര ബുദ്ധിപരമായിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തത്, പക്ഷെ ജീവിതം എന്ത് ചെയ്തു? കൈവിട്ടു പോയി. എന്നാൽ നമ്മുടെ ജീവിതം കൈവിട്ടു പോകുമ്പോ ആ ജീവിതത്തെ ഭംഗിയുള്ള തുറമുഖത്ത് എത്തിക്കാനായിട്ട് പ്രാപ്തനായ ഒരു നാവിഗേറ്ററാണ് ദൈവം. എന്നോട് ചേർന്ന് എത്ര പേര് എഗ്രി ചെയ്യുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സന്തോഷങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ഒരിക്കലും അവസാനിക്കാത്ത സന്തോഷം നൽകുന്നവനാ നമ്മുടെ കർത്താവ്. മറ്റൊരു സന്ദേശം കൂടി ഞങ്ങൾക്കുണ്ട് കേട്ടോ. അവിടെ വിരുന്നുമായി പറയുന്നുണ്ട്, ആദ്യം നല്ലത് കൊടുക്കും, പിന്നെ എന്ത് ചെയ്യും? ഇപ്പൊ കല്യാണ ദിവസത്തിന് അപ്പൊ നമ്മളൊക്കെ എന്ത് നല്ല പുതിയ ഉടുപ്പിട്ട് ഞാൻ വന്നിരിക്കുക. നിങ്ങളൊക്കെ അങ്ങനെ പുതിയ ഉടുപ്പുകളൊക്കെ എല്ലാം എന്തൊരുക്കത്തോടാണ് നമ്മൾ വരുന്നത്. നമ്മുടെ ഈ ലോകത്തിന്റെ രീതി അങ്ങനെ കേട്ടോ. നമ്മള് ഏറ്റവും നല്ലത് ആദ്യം കൊടുക്കും, ഒടുവിൽ എന്ത് ചെയ്യും? മറഞ്ഞിരിക്കുന്ന ഒരു 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 മനുഷ്യൻ നമ്മളിലൊക്കെ ഉണ്ട് കേട്ടോ. ഈ മീൻ പിടിക്കാനായിട്ട് പോകുമ്പോൾ ചൂണ്ട ഇടുന്നൊരു പരിപാടിയുണ്ട്. ഈ ചൂണ്ട ഇങ്ങനെ ഏറെ കൊടുത്ത് വെള്ളത്തിലോട്ട് ഇങ്ങനെ അരക്കും. അങ്ങനെ പാവം മീൻ വന്നിച്ച് ദൈവമേ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കുക, അങ്ങയുടെ സ്നേഹത്തിനായിട്ട് നന്ദി എന്ന് പറഞ്ഞാണ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ഏരിയ ഇതിൽ ഒറ്റ വീഴ്ചയാണ്. ആദ്യത്തെ 2-3 പ്രാവശ്യം
ഈ മീൻ പിടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ മനസ്സാവുണ്ടായി, ഇതൊരു ചതിയുടെ ഏർപ്പാടാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറെയിട്ട് ഇതിനെ എന്ത് ചെയ്യാം, ആ പിടിക്കുമല്ലയോ. പിന്നെ ഞാൻ ചൂണ്ട പരിപാടിയൊക്കെ അവസാനിപ്പിച്ചു. ഇവിടെ ചൂണ്ടയിടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇട്ടോ, കുഴപ്പമില്ല കേട്ടോ. എൻ്റെ മനസ്സ് അത്ര ലോലമായി പോയതുകൊണ്ട് ഇതൊരു ചതിയ പ്രയോഗമായതുകൊണ്ട് ആ മീൻ കഴിക്കുമ്പോഴൊക്കെ എനിക്ക് വലിയ മനപ്രയാസമാണ്. ശരിക്കും ലോകത്തിന്റെ രീതി ഇങ്ങനെ കേട്ടോ, ചൂണ്ടക്കകത്ത് ഇല കൊടുക്കുന്നത് പോലെ ആദ്യം നല്ലത് കാട്ടിയിട്ട് മോശമായത് ഇപ്പുറത്തുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ പിള്ളേർക്ക് അടിച്ച് പൊളിച്ച് പ്രേമിച്ച് ബൈക്കൊക്കെ നടന്ന് എന്തൊരു സന്തോഷം. നമ്മൾ പറയുമോ ഇതിൽ കെട്ടുവാണ്, എന്തൊരു സന്തോഷമായിരിക്കും. ആദ്യം ഭയങ്കര പാട്ട് പോലെയാണ് ജീവിതം, പ്രേമിച്ച് നടക്കുമ്പോൾ. പിന്നെ കല്യാണം കഴിയുമ്പോൾ ഇതിന്റെ ഇടിയും മുഴക്കവും കൊടുങ്കാറ്റും പേമാരിയും ഒക്കെയാണ്. അവിടെ എൻ്റെ വലിയ സഹോദരങ്ങളെ, ലോകത്തിന്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ആദ്യം നല്ലത് കാണിച്ചിട്ട് പിന്നെ ചതിപ്പെടുത്തുന്നതാണ്. എന്നാൽ ദൈവത്തിന്റെ രീതി എന്ന് പറഞ്ഞാൽ ആദ്യം അല്പം വിഷമമൊക്കെ വന്നാലും ജീവിതം അവസാനം നല്ലതായിരിക്കും. ഒരാമ്യം പറയും, രണ്ട് കുടുംബത്തില് പ്രത്യേകിച്ച് ട്വിൻസാണ്. ഞാനിവര് മാരേജിന് വേണ്ടി പ്രിപ്പറേഷനൊക്കെ നടത്തി. പക്ഷെ അങ്ങനെ വലിയ ഫ്യൂഷനൊന്നും ഇല്ല കേട്ടോ. പക്ഷെ രണ്ടുപേരും നല്ല വാശിക്കാം. രണ്ട് വീട്ടിലെ രണ്ട് അച്ഛന്മാരുടെ രണ്ട് കുടുംബത്തിന്റെ ആളുകളാകാൻ വേണ്ടി ഒരു തയ്യാറായിട്ട് നിൽക്കുക. എന്നാലും ഒരുമിച്ച് ജീവിച്ചതല്ലേ, എന്തെങ്കിലുമൊക്കെ ചെറിയ സ്നേഹം കൂടുതലും എല്ലാം സഹോദരങ്ങളുടെ കാര്യമാണെങ്കിൽ അവൻ മാറ്റിലും റിച്ചാർഡും ഒക്കെ കരുതലോടെ നിന്നാൽ മതി. ദിവസം കഴിയുന്നതോറും സംഗതി കൂടുതൽ ഭംഗിയായിട്ട് വരും. ഞാനീ പറയുന്നത് എന്നോട് ചേർന്ന് യോജിക്കാൻ ഒക്കുമെന്ന് എനിക്കറിയില്ല. കുടുംബജീവിതത്തിന്റെ ആദ്യ നാളുകളാണോ അതോ കുറച്ച് കഴിഞ്ഞപ്പോഴാണോ ജീവിതം കൂടുതൽ സന്തോഷമായത്? ആരും കൈവക്കുന്നില്ല. നിങ്ങളുടെ കിരിപ്പ് കഴിഞ്ഞാൽ കണ്ടാൽ ഏതാണ്ട് അബദ്ധം വേണ്ടി വണ്ടി കയറി പോലും ഒന്നുമല്ല. ദിവസം നന്നായിട്ട് ജീവിക്കാൻ ഭാര്യ ഭർത്താക്കന്മാർ ശരിക്കും സ്നേഹത്തോടെ ജീവിക്കുകയാണെങ്കിൽ ദിവസം കഴിയുന്നവരും നമ്മൾ അന്യോന്യം ഇഷ്ടപ്പെടുകയും നമ്മുടെ ജീവിതം കൂടുതൽ മനോഹരമാവുകയും ചെയ്യും. ആദ്യമൊക്കെ ഒച്ചത്തിൽ പറയണം, പിന്നെ ഒന്നും പറയണ്ട അല്ലേ. സൈജാനോട് ചോദിച്ചാൽ മതി, അമ്മമ്മയൊക്കെ ഇവിടെ അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയാം. ആദ്യമൊക്കെ അല്ലേ ഇവർ പറയണത്. ഇപ്പൊ മനുഷ്യന്റെ കണ്ണ് മാറുമ്പോൾ അറിയില്ലേ, മുഖം മാറുമ്പോഴേ ഞങ്ങളുടെ ആന്റിക്കറിയാം പുള്ളി എന്താ അച്ഛൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഹലോ, ശരിക്കും വേദിലേക്ക് കറക്റ്റ് ആണെങ്കിൽ അങ്ങനെ കേട്ടോ. അങ്ങനെയാണെങ്കിൽ രുചിക്കുന്നതോറും രുചി കൂടി വരുന്ന ഒരു മനോഹരമായ ബന്ധമാണ് എന്തോന്ന് കുടുംബത്തിന്റെ ബന്ധം കേട്ടോ. ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ. ലോകത്തിന്റെ രീതി കുക്ക് ചെയ്ത് കബളിപ്പിക്കുകയാണെങ്കിൽ ദൈവിക രീതി എന്ന് പറഞ്ഞാൽ അതിലുള്ള ഭംഗിയുള്ള ജീവിതമാണ്. മൂന്നാമതും ഏറ്റവും പ്രധാനമായിട്ടുള്ള സന്ദേശം എന്ന് പറഞ്ഞാൽ ഈശോ വെള്ളം മീനാക്കുമ്പോൾ 6 കൽപാത്രങ്ങൾ ഉപയോഗിച്ചെന്ന ശരിക്കും യഹൂദന്റെ ആ മതത്തിന്റെ ഒരു മുഖമാണിതെന്നാണ് പണ്ഡിതന്മാരൊക്കെ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പൊ കഴുകാൻ മാത്രമേ ഈ മതത്തെ കൊണ്ട് കൊണ്ടുപോകുള്ളൂ. കുറ്റങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന, കുറവുകളെ ചൂണ്ടിക്കാണിക്കുന്ന, ആരാധന എപ്പോഴും വേദന ഉളവാക്കുന്ന ഒരു ആത്മീയത, മതത്തിന്റെ ചടങ്ങുകളൊക്കെ നിരന്തരമായിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, ഈശോ ആ മതത്തിന്റെ കേവലം കൊള്ളയായ ചടങ്ങുകളുടെ തുടർച്ചയായിട്ടല്ല, ആ ചടങ്ങിന്റെ അകത്തോട്ട് ഒരു പുതിയ അർത്ഥം നൽകിയിട്ട് മധുരിക്കുന്ന ഒരു ആത്മീയത നൽകുക. അങ്ങനെയാണെങ്കിൽ ഈ മെസ്സേജ് ഞാൻ ഇങ്ങനെ അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞെനിക്ക് അവസാനിപ്പിക്കാൻ പറ്റും. നമ്മുടെ ജീവിതം ഏറ്റവും രുചിയുള്ളതാക്കി മാറ്റാനാണ് യേശു ഭൂമിയിലേക്ക് വന്നത്. ആമേൻ. പുറമെ അങ്ങോട്ട് തിരുപ്പുറമെ കഴിഞ്ഞിട്ട് പുതുവർഷത്തിലോട്ട് കയറുതല്ലേ ഉള്ളൂ. ചെറിയ കാര്യങ്ങൾ പോലും അത്ര ചെറുതല്ലെന്നല്ലേ ആമേൻ ഈ തിരുപ്പുറമയൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത് അല്ലേ. പശുത്തൊഴുത്തും ആമേൻ ദരിദ്രരായ മാതാപിതാക്കളും ശിശുവായ കുഞ്ഞ് ഒന്നും ചെറുതല്ല. ചെറിയ ഇടങ്ങളൊന്നും ചെറുതല്ല. യേശുവിന്റെ സാന്നിധ്യോട് വരുമ്പോൾ ചെറുതൊക്കെ വലുതായിട്ട് മാറുന്ന ഒരു മാജിക്കാണ് ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ കൂടുതൽ സുന്ദരമാക്കാനാണ് യേശു ഭൂമിയിലേക്ക് വന്നത്. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് വേണ്ടി കാൽവരി പരമയാഗമായി തീർന്ന ആ ദൈവം തന്നെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് ജീവിതത്തിന്റെ യാത്ര കൂടുതൽ ഭംഗിയുള്ളതും സമാധാനപൂർവ്വമാക്കി തീർക്കാനായിട്ട് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിന്റെ പാസ്റ്റർ പ്രാർത്ഥിച്ചു പറഞ്ഞതുപോലെ ഇതൊരു നിഴല് മാത്രമാണ്. സാക്ഷാത്തൊരു പൊരുളായ വിവാഹം നടക്കാൻ പോവുക. നമ്മുടെ കർത്താവ് മടങ്ങി വരും. മാറാനാഥ, നമ്മുടെ ദൈവത്തെ എതിരേൽപ്പാൻ നമുക്ക് ഒരുങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ഈ യാത്ര തുടങ്ങുക കേട്ടോ. ഈ 2 ദിവസം കഴിയുമ്പോൾ മാരേജിലേക്ക് മുന്നോട്ട് പോവാം. ഏറ്റവും നല്ല ഒരു ജീവിതയാത്ര ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. തുടർന്ന് ഡോക്ടർ ജെയിംസ് ജോർജ് മുന്നോട്ട് വന്ന് 1-2 വാക്കുകളിൽ ആശംസ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷകൾ വഴി അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ നിങ്ങൾ ഞങ്ങളോട് സഹകരിച്ചതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പോയതിനു ശേഷം പാട്ടുകൾ പാടാനുള്ള അവസരം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സന്തോഷകരമായ ഈ നിമിഷങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ലിനി മാർട്ടിൻ, ലിൻ ആൻഡ് റിച്ചാർഡ്, ഈ പ്രിയ കുഞ്ഞുങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇവരുടെ വിവാഹ നിശ്ചയത്തിന് സാക്ഷ്യം വഹിക്കാനായിട്ട് വേദിയിലും സദസ്സിനുമുള്ള നമുക്ക് എല്ലാവർക്കും ഈ ലഭിച്ച നല്ല അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രവും നന്ദിയും കരയറ്റുന്നു. ഇവിടെ നേരത്തെ ദേവദാസന്മാരൊക്കെ ഓർപ്പിച്ച പോലെ, പ്രത്യേകിച്ചും ഞങ്ങളുടെ ശ്രീകാര്യം സഭയിലേക്ക് താൽദാസൻ ഓർപ്പിച്ച പോലെ
ഈ കുഞ്ഞുങ്ങൾ രണ്ടുപേരും അല്പസമയ വ്യത്യാസം കൊണ്ട് ഒരേ ദിവസം ഈ ലോകത്തിൽ ജനിച്ച ഈ കുഞ്ഞുങ്ങളെ ലോകം ഇരട്ടകൾ എന്നാണ് വിളിക്കുന്നത്. ഈ ആൺകുഞ്ഞുങ്ങൾ രണ്ടുപേരും പക്ഷേ ഇരട്ടകളല്ല. എന്നാൽ അല്പ ദിവസത്തിന് ശേഷം ഈ ഇരട്ട പെൺകുഞ്ഞുങ്ങളെ വിവാഹം ഇവർ കഴിക്കുന്നത് കൊണ്ട് ഇവർ രണ്ടുപേരും ജന്മനാൽ ഇരട്ടകളല്ല എങ്കിലും നിങ്ങളും ഇരട്ടകളായിട്ട് മാറും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം ഈ രണ്ട് കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ശ്രീകാര്യം ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഏതാണ്ട് 100ഓളം വരുന്ന കുടുംബങ്ങളുടെ പേരിൽ ഉള്ള ഹൃദ്യമായ ആശംസകളും അനുഗ്രഹങ്ങളും ഞങ്ങൾ നിങ്ങൾക്ക് നേരുകയാണ്. കർത്താവിന്റെ ദാസനോട് ഓർപ്പിച്ച പോലെ വിവാഹ ദിവസം ഒരു തുടക്കം മാത്രമാണ്. വിവാഹ ജീവിതം അവിടെ തുടങ്ങാൻ പോവുകയാണ്. ആ നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തു നിങ്ങളുടെ രണ്ടുപേരെയും രണ്ട് കുടുംബങ്ങളുടെയും ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ മൂന്നാമനായിട്ട് നിങ്ങളോട് കൂടെ ഇരു കുടുംബങ്ങളോടും കൂടെ ഇരുന്ന് നിങ്ങളെ നയിക്കട്ടെ. ക്രിസ്തു തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മാസ്റ്ററാണ്. ക്രിസ്തു തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗുരുവാണ്. ക്രിസ്തു തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലീഡർഷിപ്പാണ്. നിങ്ങൾക്ക് അഭിപ്രായം ആരാണെങ്കിൽ ആദ്യമേ കർത്താവിനോട് ചോദിക്കുക. അത് കഴിഞ്ഞു മതി മറ്റാരും. അങ്ങനെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിതം സമ്പന്നമാകും, സഫലമാകും. എ ഫാമിലി ദാറ്റ് പ്രേസ് ടുഗദർ വിൽ ഓൾവേസ് സ്റ്റേ ടുഗദർ. അത് നിങ്ങളുടെ ടേക്ക് ഹോം ആകട്ടെ. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള നല്ല ഭാവുകങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ്. ഓക്കെ, ശാലികോ സ്റ്റാൻഡ് പ്രാർത്ഥിച്ച് അവിടെ വൈകിപ്പിയാണ് ഒരു പാട്ട് ചില ശബ്ദങ്ങൾ പാടുമ്പോൾ ബോബൻ ജോർജ് മുന്നോട്ട് വന്ന ചുരുക്കമായിട്ട് പ്രാർത്ഥിച്ച് ജോർജ് സാരാശ്വാസം നിത്യതാതനും വീ
ഞങ്ങളുടെ സംഗീതം, അങ്ങ് തലമുറ തലമുറയായി ഞങ്ങളുടെ കോട്ട, ഞങ്ങൾ ആശ്രയിക്കുന്ന ഞങ്ങളുടെ ദൈവം, ഞങ്ങളെ വീണ്ടെടുത്തവൻ, ഞങ്ങളുടെ പരിപാലകൻ. ഈ പകൽക്കാലം കർത്താവേ, ഞങ്ങളുടെ സാന്നിധ്യം ഈ ശുശ്രൂഷയിൽ ഉടനീളം ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നതിനാൽ നന്ദിയോടെ ഞങ്ങളെ വാഴ്ത്തുന്നു കർത്താവേ. ഇത്രത്തോളം ഭംഗിയായി ഈ ശുശ്രൂഷകൾ നിർവഹിക്കുവാൻ ഞങ്ങളുടെ ദാസന്മാരെ സഹായിച്ചത് ഓർത്ത് നന്ദിയോടെ ഞങ്ങളെ വാഴ്ത്തുന്നു. ഇരു കുടുംബങ്ങളെ ഞങ്ങളുടെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്ത് കർത്താവേ, മൂവാറ്റുപുഴയിൽ കർത്താവെ തിരുവല്ലയിൽ കടന്ന കുടുംബങ്ങൾക്കായി സ്തോത്രം, രാജപുത്ര കുടുംബത്തിനായി സ്തോത്രം. ഇത്രത്തോളം നീ അവരെ നടത്തിയല്ലോ. നമ്മുടെ യാത്രകളിൽ ജീവിതത്തിലൊക്കെ കൂട്ടയാളിയായി ഇരുന്നതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ കർത്താവെ കുടുംബങ്ങളെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ കൂടെ അവരുടെ സാന്നിധ്യം വരുന്ന മുൻപോട്ടുള്ള യാത്രയിൽ എന്റെ തുണയായി അവരെ വഴി നടത്തുന്നതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇത്രത്തോളം നടത്തിയ ദൈവം ഇനിയും നടത്തുവാൻ ശക്തരാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാ മഹത്വവും ഞങ്ങളെ കൽപ്പിക്കുന്നു കർത്താവേ. എല്ലാ ശുശ്രൂഷകളുടെ പേരിൽ അങ്ങനെ കൃപയുണ്ടായിരുന്നതിനാൽ വീണ്ടും അങ്ങയെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ മഹത്വവും അങ്ങേക്ക് യേശു ക്രിസ്തുവിന്റെ വിലയേറെ നാമത്തിൽ വീക്ഷിക്കുന്നു. കേൾക്കണം ദൈവം പിതാവേ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും വിശിഷ്യ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്ത പ്രിയ മക്കളോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവിടുത്തെ നാമത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ കർത്താവിടയാക്കിയല്ലോ. ഈ ഫംഗ്ഷനെ ഇത്രത്തോളം അനുഗ്രഹിച്ചതുകൊണ്ട് സ്തോത്രം. സ്നേഹ സൽക്കാരത്തെ ആസ്വദിക്കണം. പിതാവിന്റെയും പുത്രന്റെയും വിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഭക്ഷണത്തെ അവിടുത്തെ അനുഗ്രഹിച്ച് നൽകണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. Nothing can stop emotions that run down the sides of your face. Wish I could change this moment to another time and place. Nothing you say can move me. I've chosen the road that I'm on. I have to join the fight for freedom until the war is won. We will keep the faith between us if we only try. We will keep the truth inside us. Love will never lie. Someone will always hear you, care about you when you cry. But no one can hear. My heart is breaking as I say goodbye. We will keep the faith between us if we only try. We will keep the truth inside us. Love will never lie.
तक से मैं सितारे तोड़ के ज़मीं पे लाऊंगा। इजाजत दे जहां भी हो तेरी खुशी ले आऊंगा। कोई जगह ना पता जहां न तू हो दिखा, तेरे नाम से शुरू है हर दुआ। तेरे नाम से नाम जुड़ा के, तेरी राह में शाम सजा के, रब तुझको मान लिया जो तेरे संग इश्क हुआ। वो तेरे नाम से नाम जुड़ा के, तेरी राह में शाम सजा के, रब तुझको मान लिया जो तेरे संग इश्क हुआ। तेरे ख्यालों का शहर में हूँ, तूने मुझे बसा दिया। तू है किनारा तो लहर में हूँ, आके तुझे है छू लिया। तेरी सांसों में घुल गया हूँ, तेरे छूने से खिल गया हूँ, तेरी बातों ने ये क्या कर दिया। कोई जगह ना पता जहां न तू हो दिखा, तेरे नाम से शुरू है हर दुआ। तेरे नाम से नाम जुड़ा के, तेरी राह में शाम सजा के, रब तुझको मान लिया जो तेरे संग इश्क हुआ। तेरे नाम से नाम जुड़ा के, तेरी राह में शाम सजा के, रब तुझको मान लिया जो तेरे संग इश्क हुआ। तेरे संग, तेरे संग, तेरे संग इश्क हुआ। इश्क हुआ, इश्क हुआ। तेरे संग, तेरे संग, तेरे संग इश्क हुआ। मुझको इतना बताए कोई, कैसे तुझसे दिल ना लगाए कोई। रब्बा ने तुझको बनाने में कर दी है हुस्न की खाली तिजोरियां। काजल की सियाही से लिखी है तूने जाने कितनों की लव स्टोरियां। केसरिया तेरा इश्क है पिया, रंग जाऊं जो मैं हाथ लगाऊं, दिन बीते सारा तेरी फिक्र में, रैन सारी तेरी खैर मनाऊं। केसरिया तेरा इश्क है पिया, रंग जाऊं जो मैं हाथ लगाऊं, दिन बीते सारा तेरी फिक्र में, रैन सारी तेरी खैर मनाऊं।
झंडा भी दीवाना है तेरा, जलती है तुझसे सारी चकोरियां, काजल की सियाही से लिखी है तूने जाने कितनों की लव स्टोरियां। केसरिया तेरा इश्क है पिया, रंग जाऊं जो मैं हाथ लगाऊं, दिन बीते सारा तेरी फिक्र में, रैन सारी तेरी खैर मनाऊं। केसरिया तेरा इश्क है पिया, रंग जाऊं जो मैं हाथ लगाऊं, दिन बीते सारा तेरी फिक्र में, रैन सारी तेरी खैर बनाऊं। केसरिया तेरा इश्क है पिया, इश्क है पिया, केसरिया तेरा इश्क है पिया, इश्क है पिया, पिया इश्क है पिया, इश्क है पिया। केसरिया तेरा इश्क है पिया, रंग जाऊं जो मैं हाथ लगाऊं। तू मेरा कोई ना होके भी कुछ लागे, तू मेरा कोई ना होके भी कुछ लागे, किया रे जो भी तूने कैसे किया रे, जिया को मेरे बांध ऐसे लिया रे, समझ के भी ना समझ मैं सकूं, सवेरों का मेरे तू सूरज लागे, तू मेरा कोई ना होके भी कुछ लागे, तू मेरा कोई ना होके भी कुछ लागे, तू मेरा कोई ना होके भी कुछ लागे। अपना बना ले पिया, अपना बना ले पिया, अपना बना ले मुझे, अपना बना ले पिया, अपना बना ले पिया, अपना बना ले पिया, दिल के नगर में शहर तू बसा ले पिया। फीकी रुतों को रंग लगे, छूने से तेरे हाँ तेरे, फीकी रुतों को रंग लगे, तेरी दिशा में क्यों चलने से मेरे पैरों को पंख लगे, सारा हो बस तेरे नाम से ही गुजारा, उलझ के यूं ना सुलझ मैं सकूं, जुबानियाँ तेरी झूठी भी सच लागे, तू मेरा कोई ना होके भी कुछ लागे, तू मेरा कोई ना होके भी कुछ लागे, तू मेरा कोई ना हो
मेरा चाहे नाम अपने लिखा ले, बदले में इतनी तो यारी निभा ले। जग की हिरासत से मुझको छुड़ा ले, अपना बना ले, बस अपना बना ले, अपना बना ले, अपना बना ले। तेरी मेरी गल्लाए होगी मशहूर, करना कभी तू मुझे नजरों से दूर। किथे चलिए तू, किथे चलिए तू, किथे चलिए। जानदा है दिल ये तो जान दिया तू, तेरे बिना मैं ना रहूं मेरे बिना तू। किथे चलिए तू, किथे चलिए तू, किथे चलिए। काटू कैसे राता हो सावरे, जिया नहीं जाता सुन बाबरे। के राता लंबे आ रे, कटे तेरे संगे आ रे। के राता लंबे आ रे, कटे तेरे संगे आ रे। चम 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 अंबरां दे तारे कहंदे ने सजना, तू ही चन मेरे इस दिल दा मन लवे सजना। तेरे बिना मेरा होवे ना गुजारा, छड़ के ना जावी मैनू तू ही है सहारा। काटू कैसे राता हो सावरे, जिया नहीं जाता सुन बाबरे। के राता लंबे आ रे, कटे तेरे संगे आ रे। के राता लंबे आ रे, कटे तेरे संगे आ रे। मशहूर, करना कभी तू मैनू नजरों से दूर। पीछे चलिए तेरे पीछे चलिए, तेरे पीछे चलिए। जानदा है दिल ये तो जान दिया तू, तेरे बिना मैं ना रहूं मेरे बिना तू। किथे चलिए तू, किथे चलिए तू, किथे चलिए। काटू कैसे राता हो सावरे, जिया नहीं जाता सुन बाबरे। के राता लंबे आ रे, कटे तेरे संगे आ रे। के राता लंबे आ रे, कटे तेरे संगे आ रे। ഭോജനത്തിനാള
तुझसे किया है दिल ने बयां, किया निगाहों को जुबान, वादा वफा का किया। तुझसे लिया है खुद को मिला, लिया दुआओं का सिला, जीने का सपना लिया। दिल के मकान में तू मेहमान रहा, आंखों की जुबान करे है बयान, कहाँ अनकहा। कुछ तो है तुझसे राबता, कुछ तो है तुझसे राबता। क्यों है ये, कैसे है ये, तू बता। कुछ तो है तुझसे राबता। सपनों में मेरे तेरा ही निशान मिला, हाँ मिला। कुछ तो है तुझसे राबता, कुछ तो है तुझसे राबता। क्यों है ये, कैसे है ये, तू बता। कुछ तो है तुझसे राबता। कोई ये फितूर है, क्यों लगे सब कुछ अंधेरा है, बस यही नूर है, जो भी है मंजूर है। कुछ
to